السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു വിഷയം സംബന്ധിച്ച് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയുടെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നതാണ്. എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ആ ഒരു ഉത്തരം മാത്രമേ നമുക്കുള്ളൂ. ഈ ലോകത്ത് ആരെയും നമുക്ക് തോൽപ്പിക്കാനല്ല, ആരോടും പടവെട്ടി വിജയിക്കാനല്ല, മറിച്ച് സ്വയം തോൽക്കാതിരിക്കാൻ, പരലോകത്ത് സ്വയം വിജയിക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് പറയേണ്ടത് ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. അവനാണ് നമുക്ക് ജീവിതം നൽകിയത്. ആ സൃഷ്ടാവ് മനുഷ്യാരംഭം മുതൽ മനുഷ്യന്റെ ജീവിത വിജയത്തിനാവശ്യമായ സന്ദേശം മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സന്ദേശങ്ങളുടെ സമാപനമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്ത് പൂർത്തീകരിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും, ഇവ രണ്ടുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഇത് രണ്ടും വഹയാണ്. ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. ഖുർആനാകുന്ന വഹയിന്റെ പ്രത്യേകത അതിലെ പദങ്ങൾ പോലും റബ്ബിങ്കിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹദീസാകുന്ന വഹയിന്റെ പ്രത്യേകത അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, പ്രവർത്തിക്കുന്ന, അനുവാദം നൽകുന്ന കാര്യങ്ങൾ, അതും വഹയി തന്നെ. ദറജയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഖുർആനും രണ്ടാം സ്ഥാനത്ത് ഹദീസുമാണ്. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, തെളിവ് എന്ന നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 2-ാമത്തെ ആയത്തിൽ വ്യഭിചരിച്ച ആണിനെ പെണ്ണിനെ 100 അടിയടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ മഹാനായ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വ്യഭിചാരമാകുന്ന അബദ്ധം പറ്റിപ്പോയപ്പോൾ ത്വഹിർനി യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ശിക്ഷ ചോദിച്ചുകൊണ്ട് ചെന്നതും റസൂലുള്ള ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ നിർബന്ധിതമായി ശിക്ഷ ഏറ്റുവാങ്ങി തന്റെ പരലോകത്തെ സുരക്ഷിതമാക്കിയ മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങിയത് എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷയായിരുന്നു. അപ്പോൾ വ്യഭിചരിച്ചവരെ 100 അടിയടിക്കണമെന്ന് ഖുർആനിൽ പറയുന്നു. എറിഞ്ഞു കൊന്നത് ഹദീസിലും കാണുന്നു. ഇത് വൈരുദ്ധ്യമാണെന്നാണ് ചില ആളുകളെങ്കിലും പറഞ്ഞത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായത്തിലെ 2-ാമത്തെ ആയത്ത്, അഥവാ വ്യഭിചരിച്ചവരെ 100 അടിയടിക്കണമെന്ന ഭാഗം എത്തിയപ്പോൾ പറഞ്ഞു, ഇതിന്റെ സൈഡിൽ, വിശുദ്ധ ഖുർആന്റെ സൈഡിൽ, മുസ്ഹഫിന്റെ സൈഡിൽ ഞാൻ എഴുതി വെച്ചാലോ ഇതിന്റെ സാഹചര്യം? അവിടുന്ന് പറഞ്ഞു, ഇല്ല, ഖുർആനിന്റെ സൈഡിൽ എഴുതിയ ആള് എന്ന് ഉമറിനെ പറ്റി പറയുന്നത് റളിയല്ലാഹു അൻഹു എനിക്കിഷ്ടമില്ല. അഥവാ ഖുർആനിൽ പറഞ്ഞത് അവിവാഹിതനായ ആണോ പെണ്ണോ വ്യഭിചരിച്ചാലുള്ള ശിക്ഷയാണ്. വിവാഹം കഴിച്ച ആണോ പെണ്ണോ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ ഹദീസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ശിക്ഷയുടെ ചാപ്റ്റർ പൂർത്തിയാകണമെങ്കിൽ ഖുർആനും ഹദീസും രണ്ടും വേണം. ഇതാണ് ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള കാര്യം. അതുകൊണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും ഹദീസുമാണ്. എന്നാൽ ലോകത്ത് പരിശുദ്ധ ഖുർആനെ സ്പർശിക്കാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ ഹദീസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കുമോ എന്ന് ആദ്യ കാലഘട്ടം മുതൽ ശ്രമിച്ചു നോക്കി.
പ്രാരംഭഘട്ടത്തിൽ ചില കൺഫ്യൂഷനുകൾ മുനാഫിക്കുകളുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് അത് കൃത്യമായി നേരിടുവാനും നെല്ലും പതിരും വേർതിരിക്കുവാനും മുൻകാല പണ്ഡിതന്മാർക്ക് സാധിച്ചു. ഇന്ന് ഖുർആനിനെയോ ഹദീസിനെയോ സ്പർശിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ നമ്മുടെ മുമ്പിൽ അത് സുവ്യക്തമായി നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാർ അവരുടെ അജണ്ട നടപ്പാക്കാൻ അവർക്ക് നേരിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ചാരന്മാരെ നിയോഗിക്കുകയുണ്ടായി. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഷൗലിനെ സെന്റ് പോളിനെ നിയമിച്ചുവെങ്കിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തോടുകൂടി പുറത്തു വന്ന നേരത്തെ തന്നെ നിശ്ചയിച്ചു പണി തുടങ്ങിയ അബ്ദുല്ലാഹി ബിൻ സബ് എന്ന പച്ച ജൂതൻ ഇസ്ലാമിക വേഷം ധരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ആ ശ്രമങ്ങളുടെ പ്രത്യേകമായൊരു തുടക്കം. അത് അറിഞ്ഞും അറിയാതെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ കീഴിൽ എന്ന് വിശ്വസിക്കുന്ന പലരും അതിന്റെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. ആ കെണി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ മഹാനായ KM മൗലവിയും സഹപ്രവർത്തകരും ശക്തമായി ഇസ്ലാമിന്റെ ദഅവ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ശത്രുക്കളെ, ആദർശ ശത്രുക്കളെ അവർ നേരിട്ടിരുന്നു. ഒന്ന്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം മാല മൗലുദുകൾ ഇസ്ലാമിന്റെ തെളിവായി കണ്ട അവരോട് ഖുർആനാണ് തെളിവ്, ഹദീസാണ് തെളിവ് എന്നത് മുതൽ തൗഹീദും സുന്നത്തും സ്ഥാപിക്കുക എന്നതായിരുന്നു ഒരു വശത്തെങ്കിൽ, മറുഭാഗത്ത് വിശുദ്ധ ഖുർആനിനെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് മോയിസത്തുകളെ പോലും തള്ളുന്ന ഒരവസ്ഥയും ഹദീസുകൾ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാതെ തള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. CN അഹമ്മദ് മൗലവിയെ പോലെ, ചേകനൂരിനെ പോലെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ശക്തമായി മുന്നിലുണ്ടായിരുന്നു. ചേകനൂർ അല്പകാലങ്ങൾക്ക് ശേഷമാണ് വന്നതെങ്കിലും ആ ആശയത്തിന്റെ സ്വാധീനം ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ആശയപരമായി പുതിയതല്ല. കാരണം ജൂതന്മാരുടേതാണ് ആ അജണ്ട എന്നത് കൊണ്ടുതന്നെ ജൂതന്മാർ അജണ്ട നടപ്പാക്കിയത് മുതൽ അതിന്റെ സ്വഭാവം ഒന്നു തന്നെയായിരിക്കും. ഇന്നലെ കോഴിക്കോട്ട് സമാപിച്ച ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ്, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം വിചാരിച്ചതിനേക്കാൾ വിജയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ചേകനൂർ മരണപ്പെട്ടിട്ടില്ല. ചേകനൂർ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ചേകനൂർ ഇന്നും ഇവിടെ പലരിലൂടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അതിന്റെ പച്ചയായ ഉദാഹരണമാണ് നാം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ലോകത്താർക്കും തർക്കമില്ലാത്ത ഒരു വിഷയം, സുബ്ഹ് നമസ്കാരത്തിന് ശേഷം പ്രഭാതം വരെ ദിക്റും ദുആയുമായി പള്ളിയിൽ കഴിഞ്ഞുകൂടി പ്രഭാതത്തിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് പിരിഞ്ഞാൽ പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട് എന്ന സ്വഹീഹായ ഹദീസ് ജൂതന്മാരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷബാബിന്റെ താളുകളിലൂടെ അബ്ദുസ്സലാം സുലമി നിഷേധിച്ച് ജൂതന്മാരെ സന്തോഷിപ്പിച്ച, ഷിയാക്കളെ സന്തോഷിപ്പിച്ച അവസ്ഥ ഒരുപക്ഷെ നമ്മളിൽ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഹദീസ് നിഷേധത്തിന്റെ ആ കാര്യങ്ങൾ അഥവാ ചേകനൂർ പലരിലൂടെയും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 2002 ആശയപരമായ വ്യതിയാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില വിഷയങ്ങൾ ഉണ്ടായി. അന്ന് ആശയപരമായ കേരള ജമിയത്തുലും എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പുസ്തകം ഇറക്കിക്കൊണ്ട് പുറത്തുപോയ പടവൂർ വിഭാഗം സഹോദരങ്ങളിൽ അബ്ദുസ്സലാം സുലമി നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേകമായ ടീമുണ്ട്. ആ ടീം പച്ചയായി ഹദീസുകളെ നിഷേധിച്ചു എന്നത് ഈ പരിപാടി കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഷബാബിന്റെ താളുകളിലൂടെ നമസ്കാരത്തിൽ സ്വഫ് നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകത എടുത്തു പറഞ്ഞത്, അതിനെ പരിഹസിച്ചുകൊണ്ട് ഷബാബ്, ഉമർ മൗലവിയുടെ വിയർപ്പുള്ള ഷബാബ് ഹദീസിനെ പരിഹസിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും അവസാനം നാം പറഞ്ഞ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം പള്ളിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഹദീസും ജൂതായിസമാണെന്ന് പറഞ്ഞ് ജൂതന്മാരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരമൊരു സാഹചര്യത്തിലാണ്
2012 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത സംഘടനയാണ് ആദർശത്തെക്കാൾ വലുത് എന്ന് മനസ്സിലാക്കി സ്വാർത്ഥമായ പല താല്പര്യങ്ങൾ കാരണത്താൽ ഈ പ്രസ്ഥാനത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ഇതിന്റെ നേതൃത്വത്തിലുള്ള ചിലർ ശ്രമിച്ചപ്പോൾ മഹാനായ KM മൗലവി അന്ന് എഴുതിയിട്ടുള്ള പ്രതിജ്ഞാവാചകമുണ്ട്. നേതാക്കന്മാർ ഖുർആനിനും ഹദീസും അനുസരിച്ച് നയിക്കുന്നിടത്തോളം കാലം അവരെ ഞങ്ങൾ അംഗീകരിക്കും, അനുസരിക്കുമെന്ന പിൽക്കാലത്ത് എടുത്തു മാറ്റപ്പെട്ട ആ പ്രതിജ്ഞാവാചകം പുനഃസ്ഥാപിച്ചുകൊണ്ട് മുജാഹിദുകൾ ആദർശമാണ് വലുത് എന്ന് പറഞ്ഞ് ആദർശ പ്രബോധനവുമായി മുന്നോട്ടു പോകുമ്പോൾ ആ സഹോദരങ്ങൾക്ക് ഇപ്പോൾ ഹദീസുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അവർക്ക് മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി മുന്നോട്ടു പോകുന്ന മുജാഹിദുകൾ നന്ദിയിൽ വെച്ച് കഴിഞ്ഞ വർഷം നമുക്കറിയാം മടവൂർ വിഭാഗത്തിലെ അബ്ദുസ്സലാം സുല്ലമി വിഭാഗവുമായി നേരിട്ട് ഒരു സംവാദത്തിന് തയ്യാറായി. ആ സംവാദം 2 ദിവസങ്ങളിലായി നടക്കേണ്ട സംവാദം ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ അത് കേട്ട് ഏവർക്കും ബോധ്യമാകും. ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രമാണം കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ മടവൂർ വിഭാഗത്തിന്റെ പണ്ഡിതന്മാർ ശരിക്കും വിയർത്തത്, വെള്ളം കുടിച്ചത് നമുക്ക് ബോധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2ാം ദിവസത്തെ സംവാദം അവർ കലക്കി സമസ്തക്കാരെ ഓർമ്മിപ്പിക്കും വിധം സംവാദം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി കലക്കുകയായിരുന്നു എന്നതും സീഡികൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. അവിടെ വെച്ച് ബുഖാരിയിൽ സ്വഹാബികളുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ടായിരുന്നു എന്ന ഹദീസ് ഉണ്ട് എന്ന് ഷബാബിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതിയത് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി എടുത്തു കാണിക്കുകയും ആ ഹദീസ് എവിടെ, ബുഖാരി എവിടെ ഉണ്ടല്ലോ, ആ ഹദീസ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ മറുഭാഗത്തുള്ള മടവൂർ വിഭാഗത്തിൽ അബ്ദുസ്സലാം സുല്ലമിയെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ മറുപടി അടുത്ത ആഴ്ച കാണിക്കാം എന്നായിരുന്നു. അഥവാ ഇതാ എന്ന് പറഞ്ഞാൽ സംവാദത്തിൽ നാം പരാജയപ്പെട്ടു പോവില്ലേ, ഹദീസ് കാണിച്ചാൽ പക്ഷെ കാണിക്കാൻ അവർക്ക് സാധ്യമല്ല. അടുത്ത ആഴ്ച കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ അത് കലക്കുകയും ചെയ്തു. സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ, നന്ദി സംവാദത്തിന്റെ CD എല്ലാ സഹോദരങ്ങളും കാണണം, മറ്റുള്ളവരെ കൊണ്ട് കാണിപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അതിനുശേഷം ആ സംവാദത്തിലെ ദയനീയമായ പരാജയത്തിന് ശേഷം മടവൂർ വിഭാഗത്തിലെ ചില സഹോദരങ്ങൾ ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി ഖുർആനിനെയും ഹദീസിനെയും പച്ചയായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നന്ദി സംവാദത്തിൽ മറുപടി പറയാൻ സാധിക്കാതെ പോയ ആ ഭാഗം മറുപടി ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ചില ക്ലിപ്പുകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ചില ആളുകൾ വിചാരിച്ചു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, ബുഖാരിയിൽ സ്വഹാബാക്കളുടെ വീടുകളിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാം എന്ന ബുഖാരിയിൽ ഉണ്ടല്ലോ, അബ്ദുസ്സലാം സുല്ലമി ഇതാ ഹദീസ് പറയുന്നുണ്ടല്ലോ എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് പ്രമാണങ്ങളാണ്, പ്രമാണങ്ങളിലൂടെ നേടിയെടുക്കാനുള്ള സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പ് കണ്ടപ്പോൾ മുജാഹിദുകൾ അതിന് മറുപടി പറയാൻ തീരുമാനിച്ചു. സംഘടനയും ആസ്ഥാനവും എല്ലാം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്നവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനും മറുപടി പറയാനും സാധ്യമല്ല. കാരണം അബ്ദുസ്സലാം സുല്ലമി ഏതൊരു ദുർവ്യാഖ്യാനമാണോ ചേകനൂർ മൗലവി നടത്തിയ ദുർവ്യാഖ്യാനം അബ്ദുസ്സലാം സുല്ലമി ഏറ്റെടുത്തത്, അത് തന്നെ ഇവരിലെ ചില പണ്ഡിതന്മാർ ഏറ്റുപറഞ്ഞതുകൊണ്ട് അത് പറയാൻ അവർക്ക് ചങ്കു പറക്കും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നിഷേധത്തിന് മറുപടി പറയാൻ മുജാഹിദുകൾ തീരുമാനിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി കേൾക്കാനുള്ള ഭാഗങ്ങൾ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, അതിലുപരി ഹക്ക് മനസ്സിലാക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി നാം ശ്രവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്തണം, നമുക്ക് വിജയിക്കണം. ആ വിജയിക്കാൻ ആര് പറയുന്നു എന്നതല്ല, എന്തു പറയുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഏത് തെളിവാണ് പറയുന്നത് എന്നതാണ് നാം പരിഗണിക്കേണ്ടത് എന്ന് ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമിയുടെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പുകൾ ആദ്യം നിങ്ങൾക്ക് കേൾക്കാം. ആ ക്ലിപ്പുകൾക്ക് പ്രമാണബദ്ധമായി എന്നാൽ വളരെ ചുരുക്കി ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് മറുപടി പറയും. എല്ലാ ആളുകളെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു സംരംഭം നമുക്ക് പരലോകത്ത് പ്രതിഫലാർഹമാകണം. അതുകൊണ്ട് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും നമ്മുടെ റേഡിയോ സംവിധാനങ്ങളും എല്ലാം ആ ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.
ഇത് കേൾക്കുന്ന എല്ലാവരും വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി ഹക്ക് മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തോടുകൂടി, അതോടൊപ്പം ഹദീസും വിശദമായി പഠിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി കാര്യങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ISMന്റെ ആഭിമുഖ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ മാസം മുതൽ ഇൻഷാ അല്ലാഹ് ഹദീസ് സെമിനാറുകൾ സംസ്ഥാനത്തുടനീളം വ്യാപകമായി നടക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള ഹദീസ് നിഷേധങ്ങളാണ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ജനങ്ങളെ മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടി ഒരർത്ഥത്തിൽ അബ്ദുസ്സലാം സുലമിയോടുള്ള സ്നേഹം, ആ വിഭാഗത്തോടുള്ള സ്നേഹമാണ് ഈ ഹദീസ് സെമിനാറുകൾക്ക് കാരണം. ആ സെമിനാറുകൾ ശ്രദ്ധിക്കണമെന്നും അതിൽ നമ്മുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അബ്ദുസ്സലാം സുല്ലമിക്ക് ആദ്യമായി നമ്മളോട് പറയാനുള്ള ദുർവ്യാഖ്യാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പറയുന്നറിഞ്ഞ സഹോദരങ്ങളെ, സംഗീതവുമായി ബന്ധപ്പെട്ട് അബ്ദുസ്സലാം സുല്ലമി സംസാരിച്ച ഒരു ക്ലിപ്പ് കേൾക്കുവാനിടയായി. ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന അങ്ങേയറ്റം വളരെ ദയനീയമായ ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ മാറ്റുരച്ചുകൊണ്ട് ഉള്ള ഒരു വിശകലനമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ ഇസ്ലാമിന് മൗലിക തത്വം? ഇസ്ലാം പ്രകൃതി മതല്ലേ. അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിരോധിക്കുന്നില്ല. ഒരു സംഗീതോപ്പന നബിന്റെ കാര്യത്തിലുള്ള ഒരൊറ്റ സംഗീതോപ്പന നബി വിരോധിച്ചിട്ടില്ല. ഇസ്ലാം പ്രായോഗിക മതമാണ് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ പ്രായോഗിക മതം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു സംഗീത ഉപകരണങ്ങളും ഹലാലാക്കിയിട്ടില്ല. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്കുള്ള ദഫ് മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്റെ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഉപയോഗിച്ചിരുന്ന താളമേളങ്ങളും അതുപോലെ തന്നെ മദ്ദളങ്ങളുമൊന്നും പ്രവാചകൻ അനുവദിച്ചു എന്നുള്ളതിന് യാതൊരു രേഖയും ഇസ്ലാമിൽ ഒരാൾക്കും കാണിക്കാൻ കഴിയുകയില്ല. ഈ സഹിയാന്ന് വന്നാൽ തന്നെ മഹാസിഫ് അശ്ലീല ഗാനാണ്. അശ്ലീല ഗാനാണ് ഉദ്ദേശിച്ചത്. അശ്ലീല ഗാനങ്ങൾ അനുവദിക്കുന്ന അർത്ഥം. അപ്പൊ അശ്ലീല ഗാനങ്ങൾ മാത്രമാണ് ഇസ്ലാം മതം വിരോധിച്ചത്. മഹാസിഫ് എന്നാൽ അശ്ലീല ഗാനങ്ങൾ എന്നാണ് അബ്ദുസ്സലാം സ്വലം പറഞ്ഞത്. അങ്ങനെ ആരും അർത്ഥം പറഞ്ഞിട്ടില്ല. മഹാസിഫ് എന്ന് പറഞ്ഞാൽ ആലത്തുല്ലഹവി, സംഗീത ഉപകരണങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. സംഗീത ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടി, അത് അശ്ലീലമാവട്ടെ അന്യ അശ്ലീലമല്ലാത്തതാവട്ടെ, ഏതായിരുന്നാലും ആ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ശരിക്കും മഹാസിഫ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതല്ലാതെ അശ്ലീല ഗാനങ്ങളല്ല. അശ്ലീല ഗാനങ്ങൾ ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഹദീസിൽ പറഞ്ഞത് അശ്ലീല ഗാനങ്ങൾ മാത്രമല്ല, സംഗീത ഉപകരണങ്ങൾ എന്നതാ തന്നെയാണ് എല്ലാ ഹദീസിന്റെയും മഹാസിഫ്. അല്ലാതെ എത്ര ഹദീസുണ്ട്? 100 കണക്കിന് ഹദീസിനാണ് എഴുതിത്തരാം. നബി സംഗീതം കേട്ടത്, പാട്ട് കേട്ടത് 100 കണക്കിന് പോയിട്ട് ഒരൊറ്റ ഹദീസ് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് സംഗീതം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതിന് ഒരൊറ്റ ഹദീസ് പോലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വാസികൾക്ക് പറയാൻ കഴിയും. അതേ സമയത്ത് നിബന്ധനയുണ്ട്. വിക്കിരില്ലാഹി വഇഖാമി സ്വലാത്തി എന്നുള്ള പറഞ്ഞു. നിസ്കാരത്തിന് തടസ്സമാവരുത്. അതുപോലെ തന്നെ പടച്ചോനെ ഓർക്കുന്നതിന് തടസ്സമാവരുത്. ഇത്ര മാത്രം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഓതിയ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്താണ്. ഇത് സംഗീത ഉപകരണങ്ങളുമായി ഒരു നിലക്കും ബന്ധപ്പെടാത്ത ആയത്താണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അതിന്റെ 90 മുതലുള്ള ആയത്തുകൾ കേൾക്കാം. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون.
കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ നോട്ടക്കുറികളുമെല്ലാം അതൊക്കെ പിശാചിന്റെ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾ അതിനൊക്കെ വെടിയണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും കോപവും ഒക്കെ ഉണ്ടാക്കാനാണ് പിശാച് ഈ കള്ളിലൂടെയും അതേപോലെ തന്നെ ചൂതാട്ടത്തിലൂടെയും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വയുസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്. നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ഈ കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലയോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് അബ്ദുസ്സലാം സുല്ലമി പറയുന്നത്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും തടയുകയില്ല എങ്കിൽ സംഗീത ഉപകരണങ്ങളും സംഗീതവുമൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ് സുമ്മ നഊദു ബില്ലാഹ്. എത്രമാത്രം വലിയ വിശുദ്ധ ഖുർആനിന്റെ നേരെയുള്ള കയ്യേറ്റമാണ് സഹോദരങ്ങളെ ഇത്. കള്ളുമായി ബന്ധപ്പെട്ട് ആ കള്ളു കുടിച്ച ആളുകളെ പിശാച് അവന്റെ ദിക്റിൽ നിന്നും അതേപോലെ തന്നെ നമസ്കാരത്തിലും തടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുത്തു വെച്ച് സംഗീതം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അതേപോലെ തന്നെ നമസ്കാരത്തിനും തടയുന്നില്ല എങ്കിൽ അനുവദനീയമാണ് എന്ന് കണ്ടെത്താൻ എത്ര വലിയ കുബുദ്ധി. ഇനി ബുഖാരി മുസ്ലിമിൽ കാണാൻ സുഹൃത്തുക്കളെ, ഒരു സഹാബിന്റെ വീട്ടിൽ അതിഥി വന്നാലേ ഒരു ഹാർമോണിയം പഠിച്ച് ഡഫല്ല, ഹാർമോണിയം തന്നെ മിസ്മഹർ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഒരു സഹാബിന്റെ വീട്ടിൽ വിരുന്നാർ വന്നു കഴിഞ്ഞാൽ അവിടെ ഹാർമോണിയം പഠിപ്പിച്ചു. ഈ ഹാർമോണിയം ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഇന്ന വീട്ടിൽ വിരുന്നാർ വന്നിട്ടുണ്ട്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ട് എന്ന് പറയുന്ന പച്ചക്കളവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പേരിൽ ഇയാൾ തട്ടിവിട്ടിരിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ട് എന്നൊരു ഹദീസ് പോയിട്ട് ഒരു അസർ പോലും ആർക്കും കാണിക്കാൻ കഴിയുകയില്ല. പിന്നെ എന്താണ് സംഭവം? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉമ്മു സറഅ എന്ന പേരിൽ മുഹദ്ദിസുകൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ 11 സ്ത്രീകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയാണ്. 11 സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു, തീരുമാനമെടുത്ത് ഇന്ന് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് എല്ലാം തുറന്നു പറയണം, ആരും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ സ്ത്രീകളും അവരുടെ ഭർത്താവിന്റെ ന്യൂനതകളും പോരായ്മകളും മഹത്വങ്ങളുമെല്ലാം വിളമ്പി. അതിൽ 10ാമത്തെ സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ പേര് മാലിക്കാണ്, അദ്ദേഹം നല്ല ഭർത്താവാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, ആ ഒട്ടകങ്ങളെ അദ്ദേഹം മുറ്റത്ത് തന്നെയാണ്, വീടിന്റെ അടുത്ത് തന്നെ സമീപത്ത് തന്നെയാണ് കെട്ടിയിടാറ്. അതിഥികൾ വന്നാൽ മിസ്ഹറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഒട്ടകങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന്. ഇതാണ് ഹദീസിന്റെ വാചകം. ഇതിൽ എവിടെയാണ് പ്രവാചകന്റെ സഹാബത്ത് സംഗീതം ഉപയോഗിച്ചു എന്നുള്ളത്? ഈ മാലിക് എന്ന് പറയുന്ന ആൾ സഹാബിയാണോ? ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവാചകൻ വരുന്നതിന്റെയും മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ യമനിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയാൾ. ഇയാളുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് മാത്രമല്ല കള്ള് വിളമ്പിക്കൊണ്ടും ഇയാൾ അതിഥികളെ സൽക്കരിക്കാറുണ്ടെന്ന് ഹദീസിന്റെ ശർഹകളിൽ കാണാം. അപ്പോൾ സഹാബത്ത് മദ്യം വിളമ്പി എന്ന് അബ്ദുസ്സലാം സുല്ലമി ഈ നാളെ പറയുമോ? എത്രമാത്രം വലിയ സഹാബത്തിനെതിരെയുള്ള ദുരാരോപണമാണിത്. പിന്നെ ഈ ഹദീസ് ഇമാം മുസ്ലിം ഫളായിലു സഹാബയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ശരിയാണ്, ഫളായിലു സഹാബയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇദ്ദേഹം സഹാബിയായതുകൊണ്ടല്ല. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ ഉമ്മു സറഉം അതിന്റെ 11ാമത്തെ ഭർത്താവ് അബൂ സറഉം ഭാര്യ ഉമ്മു സറഉമാണ്. ആ അബൂ സറഉം ഉമ്മു സറഉം എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും നീയുമെന്ന് അവർക്കിടയിലുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള ബാബിൽ ഈ ഹദീസ് ഇമാം മുസ്ലിം കൊടുത്തത്. അതല്ലാതെ ഇതിൽ പറയുന്ന എല്ലാവരും സഹാബികളാണ്
ഈ പറയുന്ന പെണ്ണുങ്ങളെല്ലാം സഹാബി വനിതകളാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. ഇനി ഇതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു കാര്യമെന്ന് ചോദിച്ചാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന് സിഹ്ർ ബാധിച്ച ഹദീസ് നിഷേധിക്കാൻ വേണ്ടി ഇവർ പറയുന്ന ഒരു ദുർന്യായമുണ്ട്. അതിൽ ഹിശാം അൻ ഉർവ അൻ ആയിഷ എന്നതാണ് അതിന്റെ സനദ്. ആ സനദിൽ ഹിശാം തന്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേട്ടതുപോലെ ഉദ്ധരിക്കുന്ന റാവിയാണ്. അദ്ദേഹം വഈഫാണ്, ദുർബലനാണ്. അതുകൊണ്ട് സിഹ്റിന്റെ ഹദീസ് സ്വീകാര്യമല്ല. പക്ഷേ ഇവിടെ അബ്ദുസ്സലാം സുല്ലമി ഈ സംഗീതത്തിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിച്ച ഈ ഹദീസിന്റെ സനദോ ഹിശാം അൻ ഉർവ അൻ ആയിഷ എന്നാണ്. അപ്പോൾ തങ്ങൾക്ക് വേണ്ടത് മാത്രം ഹിശാമിൽ നിന്ന് സ്വീകരിക്കുകയും തങ്ങൾക്ക് പറ്റാത്തത് ഹിശാം തള്ളിക്കളയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഒരു വാറോല ഹദീസ് മാത്രം അവർക്കുള്ളത്. നബി പറഞ്ഞ അവസാന കാലഘട്ടം വരുമ്പോൾ മഹാസീഫ് അനുവദിക്കും, പട്ട അനുവദിക്കും എന്ന് കൂട്ടർ വരുന്ന അത് പരമ്പര മുറിഞ്ഞ മുൻകത്തിയ ഹദീസാണ്. ബുഖാരി എന്ന മുൻകത്തിയ പരമ്പര എല്ലാം ഉച്ചരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ള ഹദീസാണത്. അതിന് അദ്ദേഹം പറയുന്നത് പരമ്പര മുറിഞ്ഞ ഹദീസാണ്, മുൻകത്തി ആണ് എന്നാണ്. ഒരിക്കലും അത് മുൻകത്തിയ ഹദീസല്ല. അത് തഅലീഖായിട്ടാണ് ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത്. തഅലീഖ് എന്ന് പറഞ്ഞാലും മുൻകത്തി എന്ന് പറഞ്ഞാലും ഉസൂലുൽ ഹദീസിന്റെ നിയമപ്രകാരം വ്യത്യാസമുണ്ട്. ഇമാം ബുഖാരി അതിന് സനദ് കൊടുത്തിട്ടുണ്ട്. സനദിന്റെ ആദ്യ ഭാഗമാണ് അദ്ദേഹം വിട്ട് കളഞ്ഞിട്ടുള്ളത്. ഇനി അത് തന്നെ ഇമാം ബുഖാരിയുടെ അടുക്കൽ ആ ഹദീസ് മുഅല്ലഖാണ് എങ്കിൽ കൂടി അബൂദാവൂദ്, ഇമാം അഹ്മദ് എന്നിങ്ങനെയുള്ള മഹാന്മാരായ മുഹദ്ദിസുകൾ ഈ ഹദീസിനെ പൂർണ്ണമായ സനദോടുകൂടി പൂർണ്ണമായി സ്വഹീഹായിക്കൊണ്ട് തന്നെ ഉദ്ധരിച്ചതായിക്കൊണ്ട് അബ്ദുസ്സലാം സുല്ലമിക്കറിയാമല്ലോ. പക്ഷെ അദ്ദേഹം അത് മറച്ചുവെക്കുന്നു. ആ ഹദീസിനെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിനെ വാറോലകൾ എന്ന് കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഒരാൾ ചേകനൂർ മൗലവിയാണ്. ആ ചേകനൂർ മൗലവിയുടെ പാരമ്പര്യമാണ് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിനുമുള്ളത് എന്നതാണ്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ വാറോല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹദീസ് നിഷേധം എത്രമാത്രം വലിയ അപകടകരമായ രീതിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. ഈ മറ്റേത് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അശ്റാഉ യത്തബിഉൽ ആബു എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനും പുണ്യകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ സംഗീതം തെറ്റില്ല, പാട്ട് തെറ്റില്ല എന്ന് പറഞ്ഞു. ഈ ബുഖാരി മുസ്ലിം കൊട്ടക്കണക്കിന് ഹദീസ് കാണാം. അപ്പൊ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വാസവും സൽക്കർമ്മം ഉള്ളവനാണെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കണ്ടെത്തൽ സംഗീതം ഉപയോഗിക്കാം. വിശ്വാസവും സൽക്കർമ്മമുള്ളവനാണെങ്കിൽ അവന് സംഗീതം ഉപയോഗിക്കാം എന്ന് ലോകത്ത് ഈ ആയത്തിനെ വിശദീകരിച്ച് ആരാണ് സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ല, ഇയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്നുള്ളത് സംഗീതം ഉപയോഗിക്കുന്നവരെ കുറിച്ചാണോ? അല്ലല്ലോ, കവികളെ കുറിച്ചാണ്. കവികൾ അവർ പിൻപറ്റുന്നത് വഴിപിഴച്ച ആളുകൾ മാത്രമാണ്. കവികൾ എല്ലാ വാദികളിലൂടെയും എല്ലാ താഴ്വരകളിലെയും അലഞ്ഞു നടക്കുന്നവരാണ്. ആ കവികളുടെ കൂട്ടത്തിൽ വിശ്വാസവും സൽക്കർമ്മമുള്ളവരുമുണ്ട്. ഹസ്സാൻ ബിൻ സാബിത്തിനെ പോലെയുള്ള അറിയപ്പെട്ട ഇസ്ലാമിക കവികളുണ്ട്. ഖൻസായിനെ പോലെയുള്ള കവികളുമുണ്ട്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വിശ്വാസവും സൽക്കർമ്മമുള്ള ഈ തോന്നിവാസങ്ങൾ ഒഴിവാക്കി കവിത രചിക്കുന്ന ആളുകളുണ്ട് എന്നതാണ്. അതല്ലാതെ വിശ്വാസവും സൽക്കർമ്മമുള്ളവനാണെങ്കിൽ അവന് സംഗീതം ഉപയോഗിക്കാം എന്ന് ഈ ആയത്തിൽ എവിടെയും ഇല്ല, പരാമർശമില്ല. ഈ ആയത്തിലെന്നല്ല, ഖുർആനിലും ഹദീസിലും എവിടെയുമില്ല. നിങ്ങൾ നോക്കൂ, എത്രമാത്രം വലിയ കടുത്ത വിശുദ്ധ ഖുർആന്റെ ദുർവ്യാഖ്യാനമാണിത്. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പള്ളിയിൽ വരെ ഒരു മിഹ്റാബ് സ്ഥാപിച്ചിരുന്ന, പള്ളിയിൽ നിന്ന് പാട്ട് പാടിയിട്ട് ശത്രുക്കൾക്ക് മറുപടി പറയാതെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഉണ്ടാവാം. വിശുദ്ധ ഖുർആൻ അത് വിശുദ്ധ ഖുർആന്റെ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒരു മനുഷ്യൻ കവിത ചൊല്ലിയാൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരാകുന്നില്ല. അപ്പൊ കവിതയും സംഗീതവും രണ്ടും രണ്ടാണ്.
കവിത ഇസ്ലാം വിരോധിച്ചിട്ടില്ല, സംഗീതത്തെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി പെരുന്നാണ്ടന്ന് നബി ആയിഷാബിന്റെ വീട്ടിൽ വന്നു. ആ പെൺകുട്ടികൾ മിസ്മാർ പ്രത്യേകം പറയുന്നുണ്ട്, ഹാർമോണിയ ദഫല്ല, ഹാർമോണിയം പാടിച്ച് പാട്ട് കേടാ. അപ്പൊ നബി അതിങ്ങനെ കേട്ട് കിടന്ന്. അപ്പൊ അബൂബക്കർ വന്നിട്ട് പറഞ്ഞു, മിസ്മാറു ശൈത്താനിന്റെ റസൂലില്ല. ആയിഷാനിക്ക് കുട്ടികളിഞ്ഞും അറിയിപ്പിച്ചല്ലേ, പിശാച്ചിന്റെ ഹാർമോണിയം നബിന്റെ അടുത്ത് വെച്ചിട്ട് പാടിപ്പിച്ചു വെച്ച് എകരദാഹുമായ അബൂബക്കർ അവിടെ വിട്ടണ ലികുല്ലി ഖൗമിൻ ഈദുൻ വഹാദാ ഈദുനാ, എല്ലാവർക്കും ആഘോഷമുണ്ട്, നമുക്ക് പാട്ട് പാടാനുള്ളതാന്ന് അറിഞ്ഞു. അപ്പൊ ചില സെൽഫികൾ പറയാം അത് പെരുന്നാളല്ലേ, പെരുന്നാൾ ഇസ്ലാം അത് ഹറാം അനുവദിക്കുമോ? അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നു, പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ കളവ് പറയുന്നു, വീണ്ടും പ്രവാചകന്റെ സഹാബത്തിന്റെ കുട്ടികളുടെ മേലും ഇദ്ദേഹം പച്ചക്കളവ് തട്ടിവിടുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകന്റെ അനുചരന്മാരുടെ കുട്ടികൾ ഒരിക്കലും സംഗീതം ഉപയോഗിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അവർ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പാട്ട് പാടുകയാണ്. ഒരു കഴിഞ്ഞുപോയ യുദ്ധത്തെക്കുറിച്ച്, ആ യുദ്ധത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഉള്ള ഒരു പാട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അവർ പാടിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി ചെല്ലുന്നത്. പ്രവാചകന്റെ അടുക്കൽ പാട്ട് പാടുന്ന കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇഷ്ടമായില്ല. പ്രവാചകന്റെ അടുക്കൽ പാട്ട് പോലും അനുവദിക്കപ്പെടുന്നില്ല എന്ന വീക്ഷണക്കാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമിസ്മാറു ശൈത്താൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലാണ് നിങ്ങളുടെ പിശാചിന്റെ മിസ്മാർ. അദ്ദേഹം ഗൗരവത്തോടുകൂടി ചോദിക്കുന്നു, ആ മിസ്മാർ ശൈത്താൻ എന്ന് പറഞ്ഞത് അവിടെ ഹാർമോണി ഉപയോഗിച്ചതിനെയല്ല, അവർ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശൈത്താന്റെ കോയിലൂത്തിനോടെയാണ് ഉപമിച്ചിട്ടുള്ളത്. അതിന് ഇയാൾ നേരെ തകിടം മറിച്ച് ഇവിടെ പ്രവാചകന്റെ സഹാബത്തിന്റെ അടുക്കൽ പെൺകുട്ടികൾ പാട്ട് ഹാർമോണി ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടിയെന്ന് ഓർക്കില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് ശൈത്താനോട് കൂട്ടിപ്പറഞ്ഞത്? അള്ളാഹു അനുവദിച്ചൊരു കാര്യത്തെ പിശാചിനോട് ചേർത്ത് പറയൽ അബൂബക്കർ ആർക്കെങ്കിലും അനുവദനീയമാകുമോ? അള്ളാഹു അനുവദിച്ച പിശാചിന്റെ ചായ അല്ലെങ്കിൽ ശൈത്താന്റെ കഞ്ഞി, ശൈത്താന്റെ നമസ്കാരം എന്ന രീതിയിൽ ഒരു മനുഷ്യൻ സംസാരിച്ചാൽ അത് തെറ്റല്ലേ? ആ തെറ്റ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവദിച്ചു കൊടുത്തു എന്നാണോ ഇയാളുടെ വാദം? ഹാർമോണിയം തന്റെ അവിടെയുള്ള സഹാബി വനിതകൾ അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഒരു തെളിവിന്റെ കഷ്ണം പോലും ഹാജരാക്കുവാൻ ഇയാൾക്ക് കഴിയില്ല. പച്ചക്കളവുകൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും പേര് തട്ടിവിടുകയാണ്. കുട്ടികൾ ഒരിക്കലും സംഗീതം ഉപയോഗിച്ചിട്ടില്ല, അവർ പാട്ട് പാടുകയാണ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞത്, അബൂബക്കർ വിട്ടേക്കുക, ഇന്ന് പെരുന്നാളല്ലേ. എന്നിട്ട് ഇയാൾ വലിയ വായിൽ ചോദിക്കുകയാണ്, പെരുന്നാളിന്റെ അന്ന് ഇസ്ലാം ഹറാം അനുവദിക്കുമോ എന്ന്. പ്രവാചകന്റെ അടുക്കൽ ഹറാം നടന്നു എന്ന് തെളിയിക്കൂ, എന്നിട്ടല്ലേ പ്രവാചകൻ ഹറാം അനുവദിച്ചത് ചോദിക്കേണ്ടത്. പ്രവാചകന്റെ ആ സദസ്സിൽ ഹറാം നടന്നിട്ടില്ല, അനുവദിക്കപ്പെട്ട കാര്യം പോലും ഹറാമായി മനസ്സിലാക്കിയപ്പോൾ അത് അനുവദനീയമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഇയാൾ വാദിക്കുന്ന പോലെ സംഗീതോപകരണങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ വെച്ച് വായിച്ചു കേൾപ്പിക്കപ്പെട്ടിട്ടില്ല, അത് പ്രവാചകൻ അനുവദിച്ചിട്ടുമില്ല, അത് പെരുന്നാളിലും അനുവദനീയമല്ല. അപ്പോൾ പെരുന്നാളിന് പാട്ട് പാടാമെന്ന അധ്യായത്തിലാണ് മുഹദ്ദിസുകൾ ഈ ഹദീസ് പോലും കൊണ്ടുവന്നിട്ടുള്ളത്. അതല്ലാതെ സംഗീതോപകരണങ്ങൾ പെരുന്നാളിന്റെ അന്ന് അനുവദിക്കാമെന്ന് ലോകത്ത് ഒരു മുഹദ്ദിസും, ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ പോലും ഇത് പറയുകയില്ല. ഇത്രയും ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങൾ, വാദങ്ങൾ പറയുന്നവരാണ് അത്ര വലിയ ബുദ്ധിമാന്മാർ, അഖലാനികൾ. ബുദ്ധി കൊണ്ട് ഹദീസിനെ തട്ടുന്ന, ബുദ്ധി കൊണ്ട് ഹദീസിനെ അളന്ന് മുറിച്ച് കീറി മുറിച്ച് കഷ്ണം കഷ്ണമാക്കി തോട്ടിലേക്ക് എറിയുന്നവർ ഇവരാണ് പോലും. നഊദുബില്ല, മഹാബുദ്ധി തന്നെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഹദീസുകൾക്കെതിരെയുള്ള കൊഞ്ഞനും കുത്തലുകളും ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കലും കളവുകൾ പറയലും തനിച്ച ചേകനൂരിയൻ ശൈലികളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളോടുള്ള
മതിപ്പുകൾ മുഴുവനും കേരള മുസ്ലിമീങ്ങൾക്ക് അവരുടെ മനസ്സുകളിൽ നിന്ന് കുടിയിറക്കാൻ പരിശ്രമിക്കുന്ന ഇവർ, ചേകനൂരിനെ നവോത്ഥാന നായകനാക്കി ചിത്രീകരിക്കുന്ന ഇവർ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ എത്രമാത്രം വലിയ കൃത്രിമങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് മാത്രമുള്ള ഈ സംസാരത്തിനിടയിൽ എത്ര കളവുകൾ, എത്ര വിശുദ്ധ ഖുർആന്റെ ദുർവ്യാഖ്യാനങ്ങൾ, എത്രയെത്ര പ്രവാചകന്റെ പേരിലുള്ള എത്രയെത്ര കളവുകൾ, സഹാബത്തിന്റെ പേരിൽ കളവുകൾ, ഇസ്ലാമിക പ്രമാണങ്ങളെ കോട്ടിമാട്ടൽ, സഹീൽ ബുഖാരിലെ ഹദീസിനെ വാർവലയാക്കൽ, എത്രയെത്ര അപകടങ്ങൾ ഒരു 5 മിനിറ്റിന്റെ സംസാരത്തിനുള്ളിൽ ഇദ്ദേഹം ഇവിടെ നടത്തി. അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് അങ്ങനെയൊക്കെ വേണ്ടിവരും. അള്ളാഹു അവന്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും പച്ചയായ ദുർവ്യാഖ്യാനം അബ്ദുസ്സലാം സുല്ലമി നടത്തിയതിന്റെ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് നാം ഇപ്പോൾ കേട്ടിട്ടുള്ളത്. ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കും അബ്ദുൽ മാലിക് സലഫി പറഞ്ഞിട്ടുള്ള ഈ മറുപടിയെ ഖണ്ഡിക്കാവുന്നതാണ്. ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് വളരെ കൃത്യമായി അബ്ദുൽ മാലിക് സലഫി ഇവിടെ തെളിയിച്ചു. ഹദീസ് ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യം ലോകത്ത് ആദ്യമായി പറയുന്ന തരത്തിൽ അബ്ദുസ്സലാം സുല്ലമി ദുർവ്യാഖ്യാനിച്ച കാര്യവും അബ്ദുൽ മാലിക് സലഫി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആരോഗ്യകരമായി ഈ അബ്ദുൽ മാലിക് സലഫിയുടെ പ്രമാണബദ്ധമായ വിശദീകരണത്തെ അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് ഇസ്ലാഹി കേരളം ഉറ്റുനോക്കുകയാണ്. നമുക്കറിയേണ്ടതുണ്ട്, ഇവിടെ അബ്ദുൽ മാലിക് സലഫി ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധം അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു അന്വേഷണം, വിശിഷ്യ അബ്ദുസ്സലാം സുല്ലമി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധരിച്ചുപോയ മടവൂർ വിഭാഗത്തിലെ അബ്ദുസ്സലാം സുല്ലമിയെ അംഗീകരിക്കുന്ന വിഭാഗക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു ഹദീസ് നിഷേധിച്ചാൽ മുഴുവൻ ഹദീസുകളും നിഷേധിച്ചവനെ പോലെ, ഒരു ഖുർആൻ ആയത്തിനെ തള്ളിയാൽ മുഴുവൻ ഖുർആൻ ആയത്തും തള്ളിയവനെ പോലെ എന്നതാണ് ഗൗരവപരമായ കാര്യം. നേരത്തെ ഹജറുൽ അസ്വദ്, അതിന്റെ പ്രത്യേകത വിശദീകരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ് എന്ന് അബ്ദുസ്സലാം സുല്ലമി എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹജറുൽ അസ്വദ് എന്നത് സ്വർഗത്തിലെ കല്ലാണ് എന്ന് കാണാം. സഹോദരങ്ങളെ, ഈ ഹദീസിനെയാണ് അദ്ദേഹം തള്ളിയിട്ടുള്ളത്. അതേപോലെ സംസം വെള്ളവുമായി ബന്ധപ്പെട്ട ഇസ്രാ മിറാജ് സംഭവം അത് കേവലം ആത്മീയമാണ് എന്ന CN അഹമ്മദ് മൗലവിയുടെയും ചേകനൂരിന്റെയും അതേ വാദം അബ്ദുസ്സലാം സുല്ലമി എഴുതുകയും പറയുകയും ചെയ്യുന്നു. ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ അദ്ദേഹം കൃത്യവും വ്യക്തവുമായി ദുർവ്യാഖ്യാനിക്കുന്നു. ചന്ദ്രൻ പേർന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇങ്ങനെ അബ്ദുസ്സലാം സുല്ലമിയുടെ ദുർവ്യാഖ്യാനങ്ങളും ഹദീസ് നിഷേധങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങൾ ഖണ്ഡിക്കാതെ പോയാൽ ഷബാബ് വായിക്കുന്ന, ഷബാബിലൂടെ ചേകനൂർ മൗലവി ജീവിച്ചിരിക്കുന്നു എന്ന അപകടകരമായ അവസ്ഥയെ നമുക്ക് കാണാതിരുന്നുകൂടാ. മടവൂർ വിഭാഗത്തിലെ എല്ലാവരും ഹദീസ് നിഷേധികളാണെന്ന് നാം പറയുന്നേയില്ല. എന്നാൽ മടവൂർ വിഭാഗത്തിന്റെ നേതൃത്വം തങ്ങളുടെ പണ്ഡിതന്മാർ പലരും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് അബ്ദുസ്സലാം സുല്ലമി എഴുതുന്നത് എന്നറിഞ്ഞിട്ട് പോലും ഔദ്യോഗികമായി ഷബാബിൽ കോളങ്ങൾ അനുവദിക്കുകയാണ്. എന്നിട്ട് തന്റെ ഹദീസ് നിഷേധം അദ്ദേഹം പച്ചയായി എഴുതുകയാണ്. മടവൂർ വിഭാഗത്തിൽ പോലും സുബൈക്ക് പള്ളിയിൽ പോയി പ്രഭാതം ആകുന്ന സമയം വരെ ഇരുന്ന് 2 റക്അത്ത് നമസ്കരിച്ച് പിരിയുന്ന ആളുകൾ മടവൂർ വിഭാഗത്തിൽ പോലുമുണ്ട്. അത് ജൂദായിസമാണ് എന്ന് എഴുതാൻ ഷബാബിന്റെ താളുകൾ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. യുവജന വിഭാഗത്തിന് നേതൃത്വം നൽകിയ അവരുടെ ISMന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുജീബ് റഹ്മാൻ കിനാലൂർ ചേകനൂർ മൗലവി നവോത്ഥാന നായകനാണ് എന്ന് കൃത്യമായി എഴുതിയത് ഇന്നുവരെ തിരുത്താനോ തിരുത്തിക്കുവാനോ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അവിടെയാണ് കേരള നേതൃത്വൽ മുജാഹിദിന്റെ പേര് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കിടയിലുണ്ടായ വ്യക്തമായ ഭിന്നിപ്പ്. മടവൂർ വിഭാഗത്തോട് യോജിക്കണം എന്ന തരത്തിൽ KNMന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന TP അബ്ദുള്ള കോയ മദനി
നന്മണ്ടയിൽ വെച്ച് സംസാരിക്കുകയും അതിന്റെ ചർച്ചകളുമായി മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ടി.പി. അബ്ദുൽ ഖാദർ പരസ്യമായി മറുപടി പറഞ്ഞു, ഇവരോട് യോജിക്കണമെന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പരസ്യമായി പൊതുയോഗത്തിലൂടെ പറഞ്ഞുകൊണ്ട് വ്യക്തമായൊരു ഭിന്നിപ്പ് നമുക്കവിടെ കാണാം. പക്ഷെ യോജിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ അബ്ദുസലാം സുലമിയുടെ വാദങ്ങളാണ് അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായി യോജിച്ചാൽ തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം മാത്രമാണ് അവരെ ഭയപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ മറ്റൊരു തർക്കമില്ല. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവിടെ ഹദീസ് നിഷേധത്തെ കൃത്യമായി മനസ്സിലാക്കാതെ പോയാൽ അടുത്ത തലമുറ ഭൗതികതയിൽ ആണ്ടുപോകും എന്നതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദർഭത്തിലും നിർവഹിക്കേണ്ട ദൗത്യം കൃത്യവും വ്യക്തവുമായി നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അബ്ദുസലാം സുല്ലമി നേരത്തെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിവാദമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ അബ്ദുസലാം സുല്ലമി സിഹറിനെ നിഷേധിച്ചപ്പോൾ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് സമസ്തക്കാർ മുജാഹിദുകളുടെ തൗഹീദ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫൈസിമാർ ലേഖനം എഴുതി. ആ ലേഖനം അതിന് മറുപടി എഴുതാൻ ആരും മുന്നോട്ട് വരാത്ത സന്ദർഭത്തിലാണ് കൃത്യവും വ്യക്തവുമായി അബ്ദുൽ ജബ്ബാർ മൗലവി അതിന് മറുപടി എഴുതിയത്. ആ മറുപടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുപടിയായി 10 കൊല്ലം നാം പ്രചരിപ്പിച്ചുവെങ്കിലും അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മടവൂർ വിഭാഗം മുന്നോട്ട് നീങ്ങിയപ്പോൾ അവരുടെ വാദത്തിലേക്കാണ് ഇപ്പോൾ KNM-ന്റെ പേര് ദുരുപയോഗം ചെയ്യുന്ന ചില സഹോദരങ്ങൾ എത്തിപ്പെട്ടത് എന്ന് മാത്രമല്ല, കോഴിക്കോട് അഴിഞ്ഞിലത്ത് മുജാഹിദ് സമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അജണ്ടയോടുകൂടി സംഘടിപ്പിച്ച സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള സോവനീറിൽ കൃത്യമായ ഹദീസുകൾ സന്ധ്യാസമയത്ത് വാതിലടക്കണം, വീടുകളുടെ വാതിലടക്കണം, ജനലുകളടക്കണം എന്ന് പറയുന്ന ഹദീസിനെ പച്ചയായി അതിൽ പരിഹസിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പേര് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ബഹുമാന്യനായ KV അബ്ദുൽ ലത്തീഫ് മൗലവി വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി സിഹർ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ആ ആയത്തിൽ നിന്ന് ഇല്ലാ ഇതിനില്ല കട്ട് ചെയ്ത് സിഹർ ഫലിക്കുകയില്ല എന്ന പച്ചയായ ഖുർആൻ ദുർവ്യാഖ്യാനം വരെ നടത്തുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യം, പ്രമാണങ്ങളിലൂടെയാണ് ഇസ്ലാമിനെ അറിയേണ്ടത് എന്ന് നാം ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ മഹത്തായ ഈ ആദർശ മുന്നേറ്റത്തെ നാം സഹായിക്കുക. അബ്ദുസലാം സുല്ലമി ഇതിന് മറുപടി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ ഇതിന് മറുപടി പറയുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ വിശദീകരണം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും മറ്റു നമ്മുടെ സംവിധാനങ്ങളിലൂടെയും തീർച്ചയായും ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമല്ല, അബ്ദുസലാം സുല്ലമി ഇതിന് മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെ ചെലവിൽ ആ മറുപടി ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, ആ മറുപടിക്കുള്ള മറുപടി അഥവാ അതിന്റെ വിശദീകരണവും ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കും. അബ്ദുസലാം സുല്ലമി എന്താണോ അബ്ദുസലാം സുല്ലമിയുടെ അനുയായികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി കേൾപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇനി അബ്ദുസലാം സുല്ലമിക്കും പ്രതികരിക്കാവുന്നതാണ്. ആളുകൾ മാറ്റുരച്ച് മനസ്സിലാക്കട്ടെ. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ആ പദപ്രയോഗം വിഷമമുണ്ടാക്കുമോ എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് സത്യമുണ്ടെങ്കിൽ ഈ ക്ലിപ്പ്, ഈ ഒരു പരിപാടിയുടെ ശബ്ദരേഖ അബ്ദുസലാം സുല്ലമിയെ അനുകൂലിക്കുന്ന ആളുകൾ മടവൂർ വിഭാഗത്തിലെ കുറച്ചാളുകളെ ഉള്ളൂ. പക്ഷെ അവരാണ് പ്രസംഗകർ എന്നതുകൊണ്ട് ആ നിഷേധമാണ്, ആ നിഷേധ ചേകനൂരിസമാണ് മടവൂർ വിഭാഗത്തിന്റെ ശബ്ദമായി പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കട്ടെ. നമ്മൾ അത് കേൾക്കുകയും ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി പറയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മഹത്തായ സംരംഭത്തോട് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ISM-ന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഇൻഷാ
അല്ലാഹ് ഹദീസ് സെമിനാറുകൾ നടക്കാൻ പോവുകയാണ്. അത് കേവലം ഒരു സെമിനാർ അല്ല, മറിച്ച് കൃത്യവും വ്യക്തവുമായി ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് ഹദീസ് നിഷേധത്തെ അടുത്ത തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ആ പരിപാടി എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അതിന്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുന്നതോടൊപ്പം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കേരളത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പേരിൽ മുജാഹിദുകൾ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. അഥവാ ഹജ്ജ് ശിർക്കും ബിദ്അത്തുമില്ലാതെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 8-ാം തീയതി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഒരേ സമയത്ത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ക്യാമ്പുകൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ആഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച നടക്കുകയാണ്. അതേപോലെ തന്നെ ആഗസ്റ്റ് 9-ാം തീയതി ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണയിലും, ആഗസ്റ്റ് 16-ാം തീയതി ആലുവയിലും, ആഗസ്റ്റ് 23-ാം തീയതി തളിപ്പറമ്പിലും നമ്മുടെ ഹജ്ജ് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ ക്ലാസുകൾ എടുക്കുക മാത്രമല്ല, തുറന്ന ചോദ്യോത്തരം, ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയവും അവർക്ക് തീർക്കാം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലും അയൽപക്കത്തും പരിചയത്തിലുമുള്ള എല്ലാ ആളുകളെയും ഈ ഹജ്ജ് ക്യാമ്പുകളുടെ വിവരങ്ങൾ അറിയിക്കണം. വലിയൊരു ദൗത്യമാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ, കൂടുതലായ വിശദീകരണങ്ങൾ നൽകുകൂടി ചെയ്യും എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.